പ്രിയമുള്ളവരെ, മാർച്ച് 25 മാതാവിന്റെ വചനിപ്പ് തിരുനാൾ. എന്തുകൊണ്ടാണ് ഈ ദിനം ഇത്രമേൽ പ്രാധാന്യമേറിയതെന്ന് ചോദിച്ചാൽ, ഈ ദിവസത്തിലാണ് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യാമറിയത്തിനരികെ വന്ന് ദേവപുത്രനായ യേശു ക്രിസ്തു അവളുടെ ഗർഭത്തിൽ അവതരിക്കും എന്ന മഹത്തായ സുവിശേഷം അറിയിച്ചത്. ഈ സംഭവത്തെയാണ് വചനിപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ദൈവവചനം മനുഷ്യരൂപം പ്രാപിക്കാൻ ആരംഭിച്ച നിമിഷം. വിശുദ്ധ ബൈബിളിൽ ഇത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ദൂതൻ അവളുടെ അടുക്കൽ വന്ന്, കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. ലൂക്ക 1:28. ദൈവത്തിന്റെ ഈ വലിയ പദ്ധതിയെ കേട്ടപ്പോൾ മറിയം ഭയപ്പെട്ടില്ല. പിന്നെയോ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അവൾ വിനയത്തോടെ സമ്മതിച്ചു. അതാണ് മറിയത്തിന്റെ മഹത്വം. മാതാവിന്റെ വചനിപ്പ് തിരുനാൾ മനുഷ്യരാശിയുടെ രക്ഷാ പദ്ധതിയുടെ ആരംഭത്തെ ഓർമ്മിപ്പിക്കുന്നു. ആദിമ മാതാപിതാക്കളുടെ പാപം മൂലം ലോകത്തിൽ വന്ന വീഴ്ചകൾക്ക് പരിഹാരമായി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ തുടക്കം കൂടിയാണ് ഈ വചനിപ്പ്. ഇതിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവർത്തനം കാണാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക 1:35. ഇതിലൂടെ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു സാധാരണ മനുഷ്യ ജനനം അല്ല, മറിച്ച് ദൈവികമായ ഒരു അത്ഭുതമാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. മാർച്ച് 25 മറ്റൊരു വലിയ ആത്മീയ അർത്ഥവുമുണ്ട്. നാം ഡിസംബർ 25 യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നു. അതിന് കൃത്യമായ 9 മാസം മുമ്പാണ് മാർച്ച് 25. അതിനാൽ ഈ ദിവസം യേശുക്രിസ്തുവിന്റെ ഗർഭധാരണത്തിന്റെ ദിനമായി സഭ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസം അവതാരത്തിന്റെ ആരംഭ ദിനം എന്ന നിലയിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന്റെ മഹത്തായ രക്ഷാ പദ്ധതി ഒരു ലാളിത്യമുള്ള യുവതിയുടെ വിനയത്തിലും വിശ്വാസത്തിലും നിന്നാണ് ആരംഭിച്ചത്. മറിയത്തിന്റെ "ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്കുണ്ടാകട്ടെ" എന്ന വാക്കുകൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വിശുദ്ധമായ അനുസരണത്തിന്റെ ഉദാഹരണമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ദിവസത്തിൽ നാം പരിശുദ്ധ മാതാവിന്റെ വിശ്വാസം, അനുസരണം, വിനയം എന്നിവയെ നമ്മുടെ ജീവിതത്തെ വളർത്താൻ ശ്രമിക്കാം. ഇതോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.